ഉണ്ടെങ്കിലും മുന്നണി മാറ്റം ചിന്തിക്കുന്നില്ല എന്നാണ് RJDയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുന്നണിയിൽ ഉന്നയിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാന്യമായ പരിഗണന ഉറപ്പാക്കുക എന്നതാണ് പാർട്ടി നേതൃത്വം ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 4 വാർഡുകളിൽ CPM കാലുവാരി എന്ന പരാതിയും RJDക്കുണ്ട്. അതിന്റെ കണക്കുൾപ്പെടെ മുന്നണി നേതൃത്വത്തിന് പരാതി നൽകാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകാനായി ഷബീർ ഒമറാണ് ചേരുന്നത്. ഷബീർ, മുന്നണിക്കുള്ളിൽ അതൃപ്തിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പിന്തുണ കിട്ടിയില്ല, പ്രചാരണത്തിൽ കൂടെ നിന്നില്ല, പലയിടത്തും കാലുവാരി എന്നൊക്കെ RJD നേതാവ് MV ശ്രേയാംസ്കുമാർ പരസ്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട എന്തായാലും മുന്നണി വിടില്ല. ഇക്കാര്യം ഉന്നയിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹമായ പരിഗണന ഉറപ്പാക്കുകയാണോ RJD ലക്ഷ്യമിടുന്നത്? ദിവ്യ, സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും കഴിഞ്ഞ ദിവസം MV ശ്രേയാംസ്കുമാർ അവരുടെ പരാതി, അവരുടെ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. പ്രധാനമായും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ RJDക്ക് പ്രതിനിധിയില്ലാത്ത സ്ഥിതിയുണ്ട്. അവർ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ തോറ്റു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ മത്സരിച്ച നടക്കാവ് വാർഡിൽ ഉൾപ്പെടെ CPMന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പിന്തുണ കിട്ടിയിട്ടില്ല എന്നാണ് പരാതി. ഇതിപ്പോൾ ഉയർന്നു വന്ന പരാതിയല്ല. നേരത്തെയും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലെല്ലാം തന്നെ തുടക്കത്തിൽ CPM പ്രവർത്തകർ പ്രചാരണ രംഗത്ത് പോലും ഇറങ്ങാൻ വിസമ്മതിച്ചു എന്നാണ് RJD നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് നടക്കാവിൽ RJDയുടെ സ്ഥാനാർത്ഥി വിൽഫ്രഡ് രാജ് മൂന്നാമതായിട്ടാണ്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മൂന്നാമതായിട്ടാണ് അദ്ദേഹത്തിന് വോട്ടുകൾ ലഭിച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് കനത്ത പരാജയം RJD മത്സരിച്ച പല സ്ഥലങ്ങളിലും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സീറ്റ് സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ മൂന്നാം ലിങ്കിൽ വാർഡായിരുന്നു. അവിടെ മുസ്ലിം ലീഗിലെ സിറ്റിംഗ് കൗൺസിലർ ആയിരുന്നയാൾ മുസ്ലിം ലീഗ് പാർട്ടി വിട്ടു വന്നതിന് ശേഷം അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച RJDയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് ശേഷമാണ് K റംലത്ത് എന്ന മുസ്ലിം ലീഗ് വിട്ടുവന്നയാളെ RJDയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ അവർ മത്സരിക്കുന്നത്. അത് തന്നെ CPMന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അത്തരമൊരു തീരുമാനം. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചയാളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ച് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും RJD നേതൃത്വം പറയുന്നുണ്ട്. അപ്പോൾ CPMന് പൂർണ്ണമായി വഴങ്ങി, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശമെല്ലാം തന്നെ കേട്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ട് അതിൽ കൃത്യമായി തന്നെ CPMന്റെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് RJDയുടെ പരാതി. അതിന്റെ കണക്ക് കൂടി അവരുടെ പക്കലുണ്ട് എന്നാണ് RJD നേതൃത്വം പറയുന്നത്. ഈ കണക്കുകൾ ഉൾപ്പെടുത്തിയായിരിക്കും LDF നേതൃത്വത്തിന് അല്ലെങ്കിൽ CPM നേതൃത്വത്തിന് RJD പരാതി നൽകുന്നത്. ഒപ്പം തന്നെ കോർപ്പറേഷൻ വിട്ടാൽ മറ്റൊന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിൽ പലയിടങ്ങളിൽ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അവിടങ്ങളിലെല്ലാം തന്നെ RJD സ്ഥാനാർത്ഥികൾ തോറ്റു. ഇവിടെ മാത്രമല്ല, മറ്റ് ജില്ലകളിലും വയനാട് ഉൾപ്പെടെ RJDക്ക് നേരിയതെങ്കിലും സ്വാധീനമുള്ള സ്ഥലങ്ങളിലടക്കം അവർക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചാണ് MV ശ്രേയാംസ്കുമാർ അവരുടെ അതൃപ്തി പരസ്യമാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ്, അതായത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ RJD അവർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന അതൃപ്തി മുന്നണിക്കകത്ത് ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കൃത്യമായ സീറ്റ് വിഭജനം അടക്കം നടക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ അതൃപ്തി പരസ്യമാക്കുന്നു. എന്നാൽ LDF മുന്നണി വിടില്ല എന്ന് കൃത്യമായി തന്നെ MV ശ്രേയാംസ്കുമാർ പറയുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, VD സതീശൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം, VD സതീശൻ മാത്രമല്ല മുസ്ലിം ലീഗ് നേതാക്കളും ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFന്റെ അടിത്തറ വിപുലീകരിക്കും, അല്ലെങ്കിൽ മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഈ RJDയുടെ പ്രതികരണത്തിന് എല്ലാം തന്നെ വലിയ പ്രസക്തിയുണ്ട്. പക്ഷേ LDF വിടില്ല എന്നാണ് RJD നേതാക്കൾ പറയുന്നത്. ഇപ്പോഴത്തെ പരാതി കൃത്യമായി തന്നെ ഉന്നയിച്ച്, ഔദ്യോഗികമായി തന്നെ ഉന്നയിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അർഹമായ പരിഗണന ലഭിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് RJD ഉദ്ദേശിക്കുന്നത്. ആ നിലയ്ക്കാണ് അവരുടെ ഇപ്പോഴത്തെ ആലോചന. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ LDFന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പരിഗണന ലഭിച്ചിട്ടില്ലെങ്കിൽ അറ്റ കൈക്കായിരിക്കും, ഏറ്റവും ഒടുവിലായിരിക്കും മുന്നണി വിടുന്നതടക്കമുള്ള തീരുമാനത്തിലേക്ക് കടക്കുക. പക്ഷേ LDFനെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ അവരുടെ കൂടെയുള്ള ഒരു ഘടകകക്ഷിയെ വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കാൻ സാധ്യതയില്ല. കാരണം നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി LDFന് സംസ്ഥാനത്തുടനീളം നേരിട്ടപ്പോൾ ഇത്തരത്തിൽ മുന്നണിയിൽ നിന്ന് ഒരു കക്ഷി പോയാൽ അതും മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പരിഗണിച്ച് LDFും കരുതലോടെയായിരിക്കും RJDയെ കൈകാര്യം ചെയ്യുക. എന്തായാലും നിലവിൽ ഈ അതൃപ്തി ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ പ്രശ്നമുണ്ടെങ്കിലും മുന്നണിയിൽ ഉന്നയിച്ച് അതിന്റെ പരിഹാരം കണ്ടെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അർഹമായ പരിഗണന ലഭിച്ച് മുന്നോട്ട് പോകാനായിരിക്കും RJD ആലോചിക്കുക.